അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ചെറിയ ഒരു സമയത്തിൻ്റെ കേസ് മാത്രമേ ഇപ്പോഴുള്ളൂ. അശ്രദ്ധമായാൽ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം നഷ്ടക്കച്ചവടമാണെന്ന് തിരിച്ചറിയുന്ന സമയങ്ങൾ വരാനിരിക്കും. വിശുദ്ധമായ റമളാനു ശരീഫ്, വലിയ പ്രതീക്ഷയോടെ വിശ്വാസികൾ നോക്കിക്കാണുന്ന വിശുദ്ധ റമളാൻ, ആ റമളാനിലും അള്ളാഹു പരിഗണിക്കാത്ത, റഹ്മത്തിൻ്റെ നോട്ടം നോക്കാത്ത ചിലരെ നമുക്ക് പരിചയപ്പെടാം. ഇതിനേക്കാളും വലിയ നഷ്ടം എവിടെയുണ്ട് എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക. ഈ വിഭാഗങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളിങ്ങനെ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുക. 30 ദിവസങ്ങൾ നോമ്പ് നോറ്റ് ഒരൊറ്റ തറാവീഹ് പോലും നഷ്ടപ്പെടുത്താതെ, ഒരൊറ്റ നിസ്കാരവും ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ കണക്കെടുപ്പ് നടത്തുമ്പോൾ നല്ല സന്തോഷകരമായ റമളാനിൻ്റെ രാവും പകലും നമ്മൾ തിട്ടപ്പെടുത്തുമ്പോൾ, റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നത്തിങ് ബട്ട് എ സിൽജ്, വട്ടപൂജ്യം നമുക്ക് മറുപടി ലഭിക്കുന്ന ചില വിഭാഗങ്ങളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കുവാനുള്ളത്. മലക്കുകളെ കൂട്ടത്തിൽ വെൽ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയ മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ രാത്രിയാണ്, റമളാനിൻ്റെ ആദ്യത്തെ രാത്രി. ഓൾറെഡി ഡെക്കറേറ്റഡ് ആണ് സ്വർഗം, പക്ഷേ ഒന്നുകൂടി ഡെക്കറേഷൻ പുതുക്കുന്ന ദിവസമാണ് അന്ന്. ഹൂറികൾ വന്ന് ചോദിക്കുന്നു, അല്ലയോ റിളുവാൻ, മാ ഹാദിഹിൽ ലൈല, ഇന്ന് എന്തൊരു രാവാണ്, ഇന്നത്തെ രാത്രിയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? മറുപടി കൊടുത്തു റിളുവാൻ അലൈഹിസ്സലാം, ഹാദിഹി അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, ഇന്ന് റമളാനിൻ്റെ ആദ്യത്തെ രാവാണ്, ഇന്ന് റമളാനിൻ്റെ ആദ്യത്തെ രാവാണ്. പ്രിയമുള്ളവരെ, മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ മലക്കുകൾക്ക് വളരെ തിരക്ക് പിടിച്ച ദിവസം, എല്ലാവരും ഒന്നാമത്തെ ദിവസം ഒരുമിച്ച് കൂടുമ്പോൾ ആ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മലായിക്കത്തിൻ്റെ മാലാഖമാരുടെ ചോദ്യമാണ്, എങ്ങനെയാണ് അള്ളാഹു മുത്തുനബിയുടെ ഉമ്മത്തിനോട് പെരുമാറുന്നത്? അവിടുത്തെ മറുപടി, അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. നളറ ഇലൈഹിം വഅഫ അൻഹും വഗഫറ ലഹും, അവരെ അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം നോക്കി, അവർക്ക് അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുത്തു, അവർക്ക് അള്ളാഹു അഫ്വ് നൽകി. ഇല്ലാ അർബഅ, 4 വിഭാഗങ്ങളെ അള്ളാഹു മാറ്റി നിർത്തി എന്ന് സയ്യിദുനാ മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്നിങ്ങനെ ആലോചിച്ചു നോക്കും. ഇത്രയും സുന്ദര സുരഭിലമായ, എമ്പാടും പ്രതിഫലങ്ങളെ വാരിക്കോരിക്കൊടുക്കുന്ന ഒരു വിശുദ്ധ മാസത്തിൻ്റെ പ്രതീക്ഷയിലാണ് ലോകത്ത് ഈമാനിൻ്റെ വെളിച്ചം ഹൃദയത്തെ തൊട്ട് കാംക്ഷിച്ച മുഴുവൻ വിശ്വാസികളും കാത്തിരിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. എന്നാൽ ആ റമളാന് വന്ന് ആഗതമായി കഴിഞ്ഞുപോയിട്ടും പരിഗണിക്കപ്പെടാത്ത 4 വിഭാഗങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറയേണ്ടതില്ല സഹോദരങ്ങളെ. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ധ്വംസനങ്ങളുടെ ഒരു കഥയുണ്ട്. മാതാപിതാക്കളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന കാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഓർമ്മപ്പെടുത്തൽ വിശ്വാസി ഹൃദയങ്ങളെ നിരന്തരമായി മതിച്ചുകൊണ്ടിരിക്കണം. ആഖുല്ലി വാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവർ തീർച്ച അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല. ഉറപ്പ്, അള്ളാഹു അവരോട് റഹ്മത്തിൻ്റെ നോട്ടം നോക്കില്ല, ഒരു കാരുണ്യവും അവർക്കില്ല. മാതാപിതാക്കളോട് തെറ്റിപ്പിണങ്ങി നിൽക്കുന്നവർ, മാറി നിൽക്കുന്നവർ, സമ്പത്തിൻ്റെ പേരിൽ, അനുജന് കൂടുതൽ കൊടുത്തതിൻ്റെ പേരിൽ ഏട്ടൻ തെറ്റി നിൽക്കുന്നവർ, പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തായാലും അതിൻ്റെ എല്ലാം അപ്പുറത്താണ് മാതാപിതാക്കളുടെ റഹ്മത്തെന്ന് തിരിച്ചറിയണം. അവരുമായുള്ള ആത്മബന്ധം മുറിച്ചു കളഞ്ഞാൽ റമളാനിൻ്റെ സുജൂദുകൾ, നമ്മളുടെ വിശന്ന് വലഞ്ഞ് നമ്മൾ കാത്തിരുന്ന ഒരുപാട് പകലുകൾ, നമ്മൾ സുജൂദ് ചെയ്ത് എമ്പാടും സുജൂദ് ചെയ്ത് കണ്ണീരൊലിപ്പിച്ച രാവുകൾ എല്ലാം നിനക്ക് നഷ്ടമാണ്. ഒന്നും നിന്റെ ഏടിൽ ബാക്കി ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്നവർ ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ, റമളാനിനെ മുൻനിർത്തി
നമ്മുടെ മനസ്സിലുള്ള പകയെ നമ്മൾ മാറ്റിവെക്കണം, ദേശത്തെ മാറ്റിവെക്കണം. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, റമളാന് നഷ്ടപ്പെട്ടാൽ അതിലേറെ വലിയ നഷ്ടം വേറെ ഏതാണുള്ളത്? പ്രിയമുള്ളവരെ, ഖാതിഉ റഹിമിൻ, കുടുംബബന്ധം വേർപ്പെടുത്തിയവനും റമളാനിൻ്റെ ഒരു സുഹൃത്തുക്കളുടെയും പ്രതിഫലം ആസ്വദിക്കാൻ ആനന്ദിക്കാനാവില്ല എന്ന് മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ കാര്യമായിട്ടൊരു പ്രശ്നമുണ്ട്. ഏട്ടനും അഞ്ചനും തമ്മിലൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? പ്രസംഗം കഴിഞ്ഞിട്ട് അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് സുൽഹായി. പിന്നീടാണ് അവർ പറയുന്നത്, ഏട്ടനും അഞ്ചനും ആ സദസ്സിലുണ്ടായിരുന്നു അത്രേ. എന്തിനാണ് ഈ രണ്ടുപേര് തമ്മിൽ തെറ്റി നിൽക്കുന്നത്? ഇത് പഞ്ചായത്ത് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടി ആളുകൾക്ക് മുമ്പിൽ ഏട്ടൻ കൈമലർത്തി പറഞ്ഞു, സത്യമായിട്ടും എനിക്കറിയില്ല, എന്തിനാണ് എൻ്റെ അനിയൻ എന്നോട് തെറ്റിയത് എന്ന് എനിക്കറിയില്ല. 4 കൊല്ലമാണ് ആ ചോരകൾ തമ്മിൽ തെറ്റി നിൽക്കുന്നത്. സഹോദരങ്ങളെ, 1 ഇഞ്ച് ഭൂമിയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ചെറിയ സംസാരത്തിൻ്റെ പേരിൽ, ഭാര്യമാരുടെ ചെറിയ വേണ്ടാത്ത ഇടപെടലിൻ്റെ പേരിൽ കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലത്ത് എന്തിനാണ് എന്ന് അറിയുമ്പോഴാണ് ഇതിലിടപെടാമെന്ന ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചുപോയി. ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. ഗൾഫിൽ നിന്ന് വന്ന് പെട്ടി പൊളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ പെട്ടി പൊളിക്കുന്നതിനിടയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പെട്ടി പൊളിച്ചപ്പോൾ അനിയന് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. കൂട്ടത്തിൽ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരാനുള്ള വലിയൊരു ടോർച്ചുണ്ട്, ആ ടോർച്ചും അനിയന് കൊടുത്തു. വലിയ സന്തോഷമായ അനിയും ഭാര്യയും കൂടി വീട്ടിലേക്ക് പോകും വഴിയിൽ ഈ ഭാര്യയാണ് കയ്യിൽ ടോർച്ച് പിടിച്ചിരിക്കുന്നത്. ഭാര്യയുടെ കാല് തടഞ്ഞിട്ട് അത് അബദ്ധവശാൽ ആ കയ്യിലുള്ള ടോർച്ച് താഴെ വീണുപോയി. സുബ്ഹാനല്ലാഹ്, പിന്നെ ആ സാധനം കത്തുന്നില്ല. ഉടനെ ആ പെണ്ണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാസ്സാക്കി, ഇതാ പെങ്ങളക്കാകെ കൊടുത്തയച്ച കണ്ട സാധനം, ജസ്റ്റ് നിലത്ത് തട്ടിയിട്ട് പോലും ഇല്ല, പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ, ഇതാണോ നിങ്ങൾ ഏട്ടൻ കൊടുത്തയച്ചത് എന്ന് ആ അനിയനോട് അനിയൻ്റെ ഭാര്യ പറഞ്ഞതിൻ്റെ പേരിൽ 4 വർഷമാണ് പ്രിയമുള്ളവരെ ഏട്ടനും അഞ്ചനും തമ്മിൽ തെറ്റി നിൽക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുടുംബങ്ങളിലേക്ക് വരൂ. എത്ര പേര് നമ്മുടെ എളാമ്മമാരുമായി ബന്ധമുണ്ട്, മൂത്തമ്മമാരുമായി ബന്ധമുണ്ട്, നമ്മളെ അമ്മമാരെ വീട്ടിൽ ബന്ധം പുലർത്തുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും എൻ്റെ ഉമ്മയുടെ അനുജത്തിയും 2 പേരാണ് എൻ്റെ വല്യമ്മക്കും വല്യപ്പക്കും ഉള്ളത്. 10ലധികം പ്രസവം നടന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ പ്രസവത്തിൽ മരിച്ചുപോയതാണ്. 2 ബാക്കിയായത്. സുബ്ഹാനല്ലാഹ്, എന്തെയോ ഈ സ്വത്തിൻ്റെ പേരിൽ 2 ആൾ തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. അതെന്തോ ഒരു വിഷയത്തിന് പ്രഭാഷണത്തിന് സംഗതി നോക്കാൻ വേണ്ടി കിതാബ് മറിച്ചപ്പോൾ ഈ ഹദീസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഈ ഹദീസ് എനിക്ക് ആൾക്കാരോട് പറയണമെങ്കിൽ ഈ സംഗതി ശരിയാവാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, കൊല്ലങ്ങൾ തമ്മിലുള്ള തെറ്റാണ്, എത്ര വർഷമാണോ നീണ്ടു നിൽക്കുന്നത് അത്രയും വർഷം ഇങ്ങനെ 2 ധ്രുവങ്ങളിലായാൽ കൂട്ടിക്കെട്ടാൻ എന്തുമാത്രം പ്രയാസമാണെന്നറിയുമോ സുഹൃത്തുക്കളെ? നമ്മളെ കൽബിലുള്ള ദേശത്തെ മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറുണ്ടോ എന്ന് നിരന്തരമായി ഹൃദയത്തോട് ചോദിക്കുക. റബ്ബേ, എനിക്ക് പരാജയപ്പെടാതിരിക്കണം, നിൻ്റെ മുമ്പിൽ എനിക്ക് തല കുനിക്കാതിരിക്കണമെങ്കിൽ ദുനിയാവിൽ നമ്മൾ അല്പം കുനിച്ചാലും സുഹൃത്തെ ഒരു നഷ്ടവും നമുക്ക് വരാനില്ല. റമളാൻ നമുക്ക് നഷ്ടപ്പെടില്ല. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, എന്തായാലും നമുക്ക് എളാമയുടെ വീട്ടിൽ പോകണം. ഉമ്മ പറഞ്ഞു, എങ്ങനെയാണ് പോവുക? ഓളല്ലേ എന്നോട് മിണ്ടാതായത്. എല്ലാവരും അങ്ങനെയാണ്, തെറ്റിക്കഴിഞ്ഞാൽ നമ്മളടുത്തുള്ള പ്രശ്നങ്ങൾ ആരും നോക്കൂല. ഇനി എവിടെയാണ് പ്രശ്നമെങ്കിലും ആരാണോ പോയി അങ്ങോട്ട് മിണ്ടുന്നത് ഓനുള്ള പ്രതിഫലം എത്രയാണ് ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ. ആ വലിയ സ്ഥാനത്തിന് നമ്മൾ അർഹരാവണം. നമ്മുടെ കൽബിലുള്ള വേണ്ടാത്ത വിചാരങ്ങളെ മാറ്റിവെക്കാൻ കഴിയണം. വിശുദ്ധ റമളാന് നഷ്ടപ്പെട്ടു പോകും. എത്ര സ്വതക്ക ചെയ്യുന്നുണ്ട് നമ്മൾ, എത്ര തറാവീഹ് നിസ്കരിക്കുന്നുണ്ട് നമ്മൾ, എത്ര തവണ ഖുർആൻ അവ്വൽ മുതൽ ആഖിർ വരെ ഓതി തീർക്കുന്നുണ്ട് നമ്മൾ. ഇതിൻ്റെ ഒന്നും പ്രതിഫലം അള്ളാഹിൻ്റെ മുമ്പ് പോയി കാണുന്നില്ല. കൈമലർത്തി ചോദിക്കുകയാണ്, എൻ്റെ പ്രതിഫലങ്ങൾ അത്രയും എവിടെ? നിന്റെ ചോരയോട് തെറ്റി നിന്നിട്ട് ആ തെറ്റ് ശരിയാക്കാതെ നിന്റെ തറാവീഹ് ഇവിടെ കണക്കിലെടുത്തിട്ടില്ല, നിന്റെ വിത്ർ നിസ്കാരം ഇവിടെ കണക്കിലില്ല, നീ സകാത്ത് വാരിക്കോരിക്കൊടുത്തത്, നീ സ്വതക്ക വാരിക്കോരിക്കൊടുത്തത് മോനെ നിന്റെ കണക്കിൽ വന്നിട്ടില്ലെന്ന് പറയുന്നൊരു രംഗമുണ്ട്. അല്പം തലകുനിക്കാൻ തയ്യാറാവണം സഹോദരങ്ങളെ. ഞാൻ എന്തായാലും പറഞ്ഞു, ഉമ്മയും കൂട്ടി പോകുകയാണ് എളാമൻ്റെ വീട്ടിലേക്ക്. എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന 2 ചോരകളാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ എനിക്കുള്ളിൽ നല്ല ഭയമുണ്ട്. കാരണം എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ചിലപ്പോൾ ഇറങ്ങിപ്പോരാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോരേണ്ടി വരും.
അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അൽഹംദുലില്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു നിമിഷം, ഉള്ളിൽ നിന്ന് രണ്ടാളുകളുടെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെയും എൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെയും ഉറക്കെയുള്ള കരച്ചിലാണ് കേൾക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ കയറി വന്ന ജ്യേഷ്ഠത്തിയെ കണ്ടപ്പോൾ എത്രയോ കൊല്ലം മുമ്പ് തെറ്റി നിന്നതാണിവർ. പക്ഷേ പ്രതീക്ഷിക്കാത്ത അതിഥി വന്ന് കയറിയപ്പോൾ മുമ്പിലുള്ള എല്ലാം അങ്ങ് ഉരുകിപ്പോയി, പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു പോയി. ഒറ്റ തവണത്തെ ആലോചനയാണ്, ഒന്ന് തലകുനിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ പേരിൽ തെറ്റി നിന്ന ആ ചോരകൾ ഒന്നിക്കാൻ സാധിച്ചുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏട്ടനും അഞ്ചനും തമ്മിൽ തെറ്റി നിൽക്കുന്നവർ, സ്വന്തം പെങ്ങളുമായി തെറ്റി നിൽക്കുന്നവർ, ചെറിയ കുഞ്ഞിളം പ്രായത്തിൽ എത്ര നമ്മൾ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്, എത്ര നമ്മൾ അപ്പം ചുട്ട് കളിച്ചിട്ടുണ്ട്. ആ സ്നേഹബന്ധങ്ങളെല്ലാം വൃഥാവിലാക്കി ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ അബദ്ധമായ വല്ല സംസാരത്തിൻ്റെയും പേരിൽ ആ കെട്ട് പൊട്ടിച്ചവർ വല്ലവരും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദര, റമളാനിനെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകൾ എൻ്റെ ഏടിൽ വരവ് വെക്കണമെന്ന് ആത്മാർത്ഥമായി അഭിലഷിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം തീരുമാനമെടുക്കണം. ഖാത്തി ഉറഹിമിൻ, കുടുംബബന്ധം ചേർത്തവനെ റമളാന് പരിഗണിക്കുകയില്ല എന്നു മലക്കുൽ അംലാക്കു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. മൂന്നാമത്തത് മുദമ്മിനു ഖംറിൻ, ലഹരിക്കടിമപ്പെട്ടവരാണ്. വിശദമായി നമ്മൾ എന്ത് പറയണം സഹോദര? ഈ കെട്ട കാലത്തിന് കുഴപ്പമില്ല, നമ്മളുടെ കൽബാണ് കെട്ടതെന്ന് തിരിച്ചറിയണം. നമ്മൾ വല്ലാത്ത ദുരന്തപൂർണമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. 8ാം ക്ലാസ്സുകാരനും 5ാം ക്ലാസ്സുകാരനും വ്യത്യാസമില്ലാത്തൊരു കാലത്ത്, +2കാരനും ഡിഗ്രിക്കാരനും വ്യത്യാസമില്ലാത്തൊരു കാലത്ത്, എല്ലാവരും ഡ്രഗ്സിൻ്റെ പിന്നാലെ പോകുന്ന ആസുരകാലത്ത്, ആ റമളാനിലും മദ്യപാനം തുടരുന്നവർ, റമളാനിലും മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോകുന്നവർ, അവരെയും അല്ലാഹു പരിഗണിക്കുകയില്ല. വിശുദ്ധ റമളാനിൽ 4ാമത്തെ വിഭാഗം മുശാഹിൻ അല്ലദീ ലാ യതകല്ലമു അഖാഹു ഫൗക 3 അയ്യാം, 3 ദിവസത്തിൽ അപ്പുറം അയൽവാസികളോട്, കൂട്ടുകാരോട്, മറ്റു നമ്മോട് ബന്ധപ്പെട്ടവരോട് വിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിലല്ലാതെ തെറ്റി നിൽക്കുന്നവർ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റി നിൽക്കുന്നവർ, അയൽവാസികളോട് ചെറിയ വിഷയത്തിൻ്റെ പേരിൽ തെറ്റി നിൽക്കുന്നവർ ഇല്ല. അവർക്കും റമളാനിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ അവസരമില്ല എന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ അംലാക്കു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമളാൻ വരികയാണ്. ഒരാളെങ്കിലും കൽബിൽ ഒരു വെളിച്ചം കിട്ടിയെങ്കിൽ എന്ന് കരുതി അല്പം സംസാരിച്ചതാണ്. അള്ളാഹുവേ, ഞങ്ങളെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലും വല്ല പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ അതിലിടപെടാനും, റബ്ബേ വിശുദ്ധ റമളാനൊന്ന് അനുകൂലമായി കിട്ടാനും റബ്ബേ ഈ സമയങ്ങൾ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ അവസരങ്ങൾ ഒരുക്കണേ അല്ലാ. വിശുദ്ധ റമളാനിലെമ്പാടും ഖൈറാത്തുകളെ കൊണ്ട് സമ്പന്നമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് തവണ ഖത്മുകൾ തീർക്കാൻ നീ അവസരം നൽകണേ അല്ലാ. ഈ പ്രായാധിക്യത്തിലും റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, റബ്ബേ പരശ്ശതം മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ ശൈഖുന ഉസ്താദ് യാത്രയിലാണ്, നീ വലിയ ഹിഫ്ള് നൽകണേ അല്ലാ, നീ ആഫിയത്ത്, ദീർഘ ആയുസ് നൽകണേ അല്ലാ. ആ തണൽ ഒരുപാട് കാലം നീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ അലിഫ് പഠിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാരടക്കം ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ ഉസ്താദുമാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാമായി ഞങ്ങളെ തലാമിദത്ത് എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളോട് വിട പറഞ്ഞു പോയ ഞങ്ങളെ അസാധ്യതത്ത്, ഞങ്ങളെ ബന്ധപ്പെട്ടവർ, സുഹൃത്തുക്കൾ, സ്നേഹജനങ്ങൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ഞങ്ങളുടെ കൂടെ ധർമ്മത്തിൻ്റെ പതാക വഹിച്ച സഹപ്രവർത്തകർ, എല്ലാവരുടെ ഖബറകങ്ങളിലേക്കും ഈ സദസ്സിൻ്റെ സന്തോഷങ്ങളെ സമ്മാനങ്ങളാക്കി എത്തിക്കണേ അല്ലാ. അവസാനം മരിക്കും സമയം എല്ലാ ബാധ്യതകളും നിർവഹിച്ച് റബ്ബേ വസിയത്തുകളൊക്കെ ഏൽപ്പിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ തത്തുല്യ ദിനരാത്രങ്ങളിലോ ഞങ്ങളെ കൽബും മുഖവും ലംഘി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാക്കണേ അല്ലാ. ഞങ്ങളെ അവസാനത്തെ കാഴ്ച സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന പൂമുഖമാക്കണേ അല്ലാ. ഞങ്ങളെ ഖബറും
മഹ്ശറും സിറാത്തും ഹൗലും ഞങ്ങളെ ബർസഖിയായ ഉഖ്റവിയായ എല്ലാ ഇടങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അവസാനം ഞങ്ങളെ ബന്ധപ്പെട്ടവരെ റബ്ബേ മുഴുവൻ ആളുകളെയും ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബനാ വതഖബ്ബൽ ദുആഇ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. أوصيكم بالدعاء. السلام عليكم ورحمة الله والبركاته.